വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യരും. നമ്മുടെ 5, 6, 7, 8, 9 ക്ലാസ്സിലെ എല്ലാ നോട്ടുകളും, പ്രത്യേകിച്ച് സയൻസ് കേട്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, മാത്സ്, ഇതിൻ്റെ എല്ലാം നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ട്, ഏതെങ്കിലും നോട്ട് കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ, ഞാൻ നോട്ട് ഇട്ട് തരാം കേട്ടോ. നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് ഇട്ടിട്ടുണ്ട്. പീലീസ് വില്ലേജ് എന്നും കണ്ട അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതിന് വളരെ കുറച്ച് നോട്ടേ ഉള്ളൂ. എന്തൊക്കെയാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ, വില്ലേജിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യങ്ങളേ ഉള്ളൂ 1ാമത്തെ ചാപ്റ്ററിൽ കേട്ടോ. ഈ ചാപ്റ്റർ മുതലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ വരുന്നത്. ഏറ്റവും ചെറിയ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ അവനവൻ്റെ എഴുതിയെടുക്കുക കേട്ടോ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കുഞ്ഞുങ്ങളെ. ബേസിക് സയൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അപ്പോൾ അത് ഇട്ട് തരാം, ഏതാണോ കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതായത് സയൻസ് ഉണ്ട്, സോഷ്യലുണ്ട്, മാത്സ് ഉണ്ട്, മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്. ഈ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയും ഒക്കെ ചോദിക്കുന്ന ഇത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഓരോരുത്തരും ഓരോ ചോദിക്കുമല്ലോ, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കൂടുതലും നമുക്ക് സോഷ്യലും സയൻസും മാത്സുമാണ് കൂടുതലായിട്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ചാപ്റ്ററും ഇതിനകത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം കുഞ്ഞുങ്ങളെ. 2ാമത്തെ ചാപ്റ്ററാണ് ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യരും. 1ാമത്തെ ചോദ്യം ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. വാട്ട് വെയർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ എയർലി ഹ്യൂമൻസ്, അല്ലെങ്കിൽ ഹൗ വാസ് ദ ഫുഡ് പ്രൊഡക്ഷൻസ് ഓഫ് എയർലി ഹ്യൂമൻസ്. നമ്മുടെ ആദിമ മനുഷ്യരുണ്ടല്ലോ, പണ്ടത്തെ ആൾക്കാർക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്, എയർലി ഹ്യൂമൻസ് അല്ലേ. അവരുടെ ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷണ സമ്പ്രദായം എങ്ങനെയായിരുന്നു, അവരുടെ ഫുഡ്, ആഹാര കാര്യങ്ങളൊക്കെ ഇന്നത്തെ കൂട്ട് ബിരിയാണി, ചോറ്, ചീനി, ചക്ക, മാങ്ങ, ഇതൊക്കെ ആയിരുന്നോ അന്ന്? ചീനിയും ചക്കയൊക്കെ അന്ന് ഉണ്ടായിരുന്നില്ല, ഇന്ന് അതില്ല. ഇന്ന് വളരെ ബുദ്ധിമുട്ടല്ലേ കുഞ്ഞുങ്ങളെ. ഇന്നെന്താ, ചപ്പാത്തി, ബിരിയാണി, അൽഫാം അല്ലേ, ഫ്രൈഡ് റൈസ്, ഇതൊക്കെയാണ് ഇന്ന് കൂടുതലായിട്ടും എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പം പണ്ട് കാലത്ത്, അതായത് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പ്രദായം എങ്ങനെയായിരുന്നു എന്നാണ് ഇംഗ്ലീഷുകാർക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇവിടെ ദേ ഗാദേഡ് ഫുഡ്, പിന്നെ ഹണ്ടിങ്, ഫിഷിങ്, ഇതൊക്കെയാണ്. ഗാദേഡ് ഫുഡ് എന്ന് വെച്ചാൽ എന്താ, അവർ ഭക്ഷണങ്ങളൊക്കെ ശേഖരിക്കും കേട്ടല്ലോ. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വീടുകളൊന്നുമില്ല, പണ്ട് കാലത്തെ കാര്യങ്ങളാണ്. ഇങ്ങനെ ഇപ്പോൾ ഒരു 5-6 പേര് തങ്ങളിൽ കൂടി ഇങ്ങനെ നടന്നു പോവുക, എന്തൊക്കെയാണോ കിട്ടുന്നത്, നട്ട്സ്, പറിച്ച് കഴിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക. ഏതെങ്കിലുമൊക്കെ ജീവികളെ കൊന്ന് അവിടെ തന്നെ, അന്നൊന്നും തീ കണ്ടുപിടിച്ചിട്ടില്ല, അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ആ പച്ച മാംസം ഇരുന്ന് ഓരോ ജീവികളെയും കൊന്ന് തിന്നും. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലത്ത് അല്ലേ. ഹണ്ടിങ്, വേട്ടയാടൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഫിഷിങ്, മീനുകളെയൊക്കെ വേവിക്കത്തൊന്നുമില്ല അന്നേ, പിടിച്ച് നമ്പ ഇതൊക്കെ പിടിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലത്ത്. പണ്ട് കേട്ടോ. ഗാദേഡ് ഫുഡ് എന്ന് വെച്ചാൽ ഭക്ഷണം അവർ ശേഖരിച്ചും, വേട്ടയാടലിൻ്റെ ഇംഗ്ലീഷിൽ എന്താ, ഹണ്ടിങ് കേട്ടോ. മത്സ്യബന്ധനം, മീനുകളെ പിടിക്കുന്നതിന് ഫിഷിങ് കേട്ടോ. അപ്പോൾ 1ാമത്തെ പഠിച്ചല്ലോ, ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു കേട്ടോ. 2ാമത്തെ ചോദ്യം നോക്കി. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. നമ്മുടെ ആദിമ മനുഷ്യര് അവർക്ക് ലഭിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമായിരുന്നു? നമ്മൾ പറഞ്ഞു, അവർക്ക് സ്വന്തമായിട്ട് വീടോ അല്ലേ ഒന്നുമില്ല, അവരിപ്പോൾ ഇങ്ങനെ നടക്കുക. അപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമായിരുന്നു, എന്തൊക്കെയായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഹണ്ടിങ്, വേട്ടയാടി അവർക്ക് മാംസം കിട്ടിയിരുന്നു, പിന്നെ മത്സ്യം, ഫിഷിങ്, പിന്നെ ഇലകളൊക്കെ പറിച്ചു കഴിച്ചു, കിഴങ്ങുകൾ കേട്ടോ, വേരുകൾ, കായ്കനികൾ അല്ലേ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ, ഫ്രൂട്ട്സ് പിന്നെ പഴങ്ങൾ അല്ലേ, വെജിറ്റബിൾസ്, പച്ചക്കറികൾ. റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, റൂട്ട്സ് എന്ന് വെച്ചാൽ വേരുകൾ, ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ കിഴങ്ങുകൾ എന്നാട്ടോ, കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ. നട്ട്സ് ആൻഡ് സീഡ്സ്, പിന്നെ ഫിഷ്, മീറ്റ്, ഏതെങ്കിലുമൊക്കെ പറക്കി എഴുതിക്കോണം കേട്ടോ. അവരെന്തൊക്കെയായിരുന്നു ഭക്ഷ്യവസ്തുക്കൾക്ക് അവർ ലഭിച്ചിരുന്നത് എന്തെല്ലാമായിരുന്നു കേട്ടോ. അടുത്ത ഫയർ ആൻഡ് ഫുഡ് എന്ന് നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു ഹെഡിങ് ഉണ്ടോ? അതിനകത്തിലെ ഫോർ വാട്ട് പർപ്പസ് ഡിഡ് പ്രിമിറ്റീവ് മാൻ യൂസ് ഫയർ. ഈ ആദിമ മനുഷ്യരെ തീ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരുന്നു?
ഫയർ ആൻഡ് ഫുഡിനെ കുറിച്ച് നമ്മൾ കേട്ടോ. ഈ ആദിമ മനുഷ്യർ, പണ്ടുള്ള മനുഷ്യർ തീ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരുന്നു? പണ്ട് കാലത്ത് അവർ ഇപ്പോൾ വേട്ടയാടി എന്തെങ്കിലും കിട്ടുമെങ്കിൽ അന്നേരം അവിടെ ഇരുന്ന് കൊന്ന് തിന്നൊക്കെ ആയിരുന്നു അല്ലേ. പിന്നെ ഇവരെന്തെന്നറിയോ, തീ കണ്ടുപിടിച്ചു അല്ലേ. തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവർ എന്ത് ചെയ്തത്? ടു കുക്ക് ഫുഡ്, ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ടു പ്രൊട്ടക്റ്റ് ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്നും രക്ഷ നേടാവുന്നവർക്ക് മനസ്സിലായി. ടു പ്രൊട്ടക്റ്റ് ഫ്രം ആനിമൽസ്, മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നവർക്ക് മനസ്സിലായി. ഗുഹകളിലെ ഇരുട്ട് അകറ്റാനൊക്കെ അവർ തീ ഉപയോഗിച്ചു. മനസ്സിലായോ? ആഹാരങ്ങളൊക്കെ അവർ വേവിച്ച് കഴിക്കാൻ വേണ്ടി അവർ തീ ഉപയോഗിച്ചു. പിന്നെ ശക്തമായ തണുപ്പ് വരുമ്പം തീ കൂട്ടിയിട്ട് അല്ലേ, വിറകുകളെല്ലാം കൂടെ വാരി കൂട്ടിയിടുമ്പോൾ അതിൽ നിന്നും അവർക്ക് തീ ചൂട് കിട്ടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ ആനിമൽസൊക്കെ ഇപ്പം തന്നെ ആനകളൊക്കെ വരുമ്പം ചില സ്ഥലങ്ങളിൽ തീ കൂട്ടിയിട്ട് കത്തിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ തീ അവിടെ ഇവിടെയൊക്കെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ അവിടോട്ട് ചൂടുള്ളതുകൊണ്ട് ആനിമൽസ് വരത്തില്ലെന്നാണ് ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഗുഹകൾ, ഇവർക്ക് വീടുകളൊന്നും ഇല്ലല്ലോ, പണ്ട് കാലത്ത് വീടുകളൊന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ. അപ്പോൾ വലിയ ഗുഹയ്ക്കകത്തിലൊക്കെയാണ് ഇവർ രാത്രി കാലങ്ങളിൽ കയറിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളപ്പോൾ അവിടെ എല്ലാം ഇരുട്ടല്ലേ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, അവിടെ വെട്ടം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ അവിടെ വെട്ടം കിട്ടുമെന്നൊക്കെ മനസ്സിലായി. ഈ 4 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണേ. ടു കുക്ക് ഫുഡ്, ടു പ്രൊട്ടക്റ്റ് ഫ്രം കോൾഡ്, ടു പ്രൊട്ടക്റ്റ് ഫ്രം ആനിമൽസ്, ടു റിമൂവ് ദ ഡാർക്ക്നെസ് ഇൻ കേവ്. കേവ് എന്ന് വെച്ചാൽ ഗുഹയാണ് കേട്ടോ. ഭക്ഷണം വേവിച്ച് കഴിക്കാൻ, തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ, മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, ഗുഹകളിലെ ഇരുട്ടകറ്റാൻ. 4 നല്ല പോയിന്റാണ് കേട്ടോ. അടുത്ത, ഹൗ ഡിഡ് ഹ്യൂമൻസ് ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്? നോക്കിക്കോ നിങ്ങളെ, ആ ചോദ്യം എന്താണ്? അതായത് പാചകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സംസ്കാരം മനുഷ്യർ എങ്ങനെയാണ് വികസിപ്പിച്ചെടുത്തത്? അത് ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. പാചകം നമ്മൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സംസ്കാരം, കൾച്ചർ മനുഷ്യർ എങ്ങനെയാണ് വികസിപ്പിച്ചെടുത്തത്? കാട്ടുതീയിൽ ചത്ത മൃഗങ്ങളുടെ മാംസമായിരിക്കാം അവർ ആദ്യം കഴിച്ചിരുന്നത്. മലയാളം ഒന്ന് അറിഞ്ഞിരുന്നത് നിങ്ങളെ. കാട്ടുതീ ഉണ്ടല്ലോ, അവർ തീ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ തീയിൽ ചത്ത മൃഗങ്ങളുടെ മാംസമായിരിക്കാം അവർ ആദ്യമേ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ചത്ത കിടന്ന മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് അങ്ങനെ ആയിരിക്കും അവർ ആദ്യം കഴിച്ചത് അല്ലേ. കാരണം ഇത് എങ്ങനെയാണെന്ന് ആദ്യമേ എന്നൊരു ഇത് വേണമല്ലോ. തീ ഉണ്ടാക്കാനും നിയന്ത്രിക്കാനും പഠിച്ച ശേഷം അവർ മാംസവും മീനും പാചകം ചെയ്യാൻ തുടങ്ങി. ക്രമേണ അവ വേരുകളും കിഴങ്ങുവർഗ്ഗങ്ങളും വറുത്തു തിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യർ പാചകം ചെയ്യുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സംസ്കാരം വളർത്തിയെടുത്തത്. മനസ്സിലായോ? അതിൻ്റെ ഇംഗ്ലീഷ് പോയിന്റാണ് ഇതിനൊക്കെ. ഫസ്റ്റ് അവരാദ്യം കുക്ക് ഫുഡ് they ate was probably the meat of dead animals in wildfire അല്ലേ. കാട്ടുതീയെ അവർ ആനിമൽസിനെയൊക്കെ കിട്ടുമ്പോൾ അവരതിനെ അടുപ്പിൽ വെച്ച് വേവിച്ച് ചത്ത ഇതിനെയൊക്കെ കിട്ടുമ്പോൾ കൊണ്ടുവന്ന് വേവിച്ച് അവർ കഴിച്ചിരുന്നു. ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ they began to cook meat and fish. എന്നാൽ ഗ്രാജുവലി ദേ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. വേരുകളും കിഴങ്ങുകളും ഒക്കെ എന്ത് ചെയ്തു? അവർ വറുത്തൊക്കെ കഴിക്കാൻ, റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി അല്ലേ. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻ ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. നല്ല പോയിന്റുകളാട്ടോ, ഇത് തന്നെ അങ്ങ് പഠിക്കണേ. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം. വാട്ട് കണ്ടീഷൻസ് മൈറ്റ് ഹാവ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ടു ഫൈൻഡ് അതർ മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്? What conditions might have forced early humans to find other means of obtaining food? എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പ്രദായത്തിനായിട്ട് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ, സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണങ്ങളൊക്കെ സമ്പാദിക്കാനാട്ടോ, സമ്പ്രദായമല്ലായിരിക്കും, സമ്പാദനത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? ഒന്നാമത്തെ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്. ഭക്ഷണത്തിൻ്റെ ഇൻട്രേന്ന് കൊടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ ഇന്ത്യ വരുന്നത് കേട്ടോ. ഇൻട്രേ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, കാലാവസ്ഥാ മാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണങ്ങൾ ഈ ആൾക്കാർ കൂടുമ്പോൾ ഭക്ഷണങ്ങളുടെ അളവ് കുറയുമല്ലോ നിങ്ങളെ. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്തത്? ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് അവിടെ ഉണ്ടായിരുന്നു, ജനസംഖ്യ വർദ്ധിച്ചു, പരിസ്ഥിതിയൊക്കെ മാറി, കാലാവസ്ഥ മാറി, സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അവരപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ഇംഗ്ലീഷ് എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെ? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻ, എൻവിറോൺമെൻറ്റൽ ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ച്
കേട്ടോ. സ്കേഴ്സിറ്റി എന്നാണ് ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻ, എൻവിറോൺമെൻറ്റൽ ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ച്. കേട്ടോ, ആ 5 എഴുതണേ. അടുത്ത ഫുഡ് പ്രൊഡക്ഷനെ കുറിച്ചാണ്. വാട്ട് വാസ് ദ ഫുഡ് പ്രൊഡക്ഷൻ ആണ് അടുത്തത്. വാട്ട് വാസ് ദ സിറ്റുവേഷൻസ് ദാറ്റ് ലീഡ് എയർലി ഹ്യൂമൻസ് ടു അഗ്രികൾച്ചർ. നമ്മുടെ ആദിമ മനുഷ്യർ, പണ്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ അഗ്രികൾച്ചർ, കൃഷിയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? പണ്ട് കാലത്തെ ആൾക്കാർ അവർ കൃഷിയൊന്നും ചെയ്തിരുന്നത്, അവരിങ്ങനെ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക, കഴിക്കുക, എവിടെയെങ്കിലും ഗുഹയോ അല്ലേ മരത്തിൻ്റെ മണ്ടയിലോ അവിടെ എവിടെയെങ്കിലൊക്കെ കയറി ഇരുന്നൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ കുറേ നാളായപ്പം അവർ കൃഷിയിലേക്ക് അവർ മാറി. എങ്ങനെ അവർ പെട്ടെന്ന് കൃഷിയിലേക്ക് മാറി നോക്കിയോ നിങ്ങളെ. ഏർലി ഹ്യൂമൻസ് മേ ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ ദേ നോട്ടീസ്ഡ് ന്യൂ സീഡ്ലിംഗ് സ്പ്രൗട്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. എന്ന് വെച്ചാൽ അവർ നേരത്തെ കഴിച്ചിട്ട് പോയിട്ടേ, അതായത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്. എൻ്റെ കുഞ്ഞുങ്ങളെ, അവർ നേരത്തെ ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഓരോന്നൊക്കെ കഴിച്ചിട്ടൊക്കെ അവിടെ ഇടുമല്ലോ, അല്ലെങ്കിൽ തന്നെ മരത്തിൽ നിന്നും വീണുമൊക്കെ അവിടെ കിടന്ന് കിളിക്കുമല്ലോ അല്ലേ. എല്ലാവരും ഒരുപോലെ ആയിരിക്കുമോ? അന്നും കുറേ പേരൊക്കെ എന്തെങ്കിലും ബുദ്ധിയുള്ളവരൊക്കെ കാണുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളവർ ചിന്തിക്കും, ഇതെങ്ങനെ ഇവിടെ വന്ന് ഈ മരത്തിൻ്റെ മൂട്ടിൽ ഇതിങ്ങനെ കിളിച്ചു കിടക്കുന്നല്ലോ, അപ്പോൾ ഇതിൽ നിന്നിൻ്റെ കായായിരിക്കും ഇതെന്നൊക്കെ അന്ന് ചിന്തിച്ച്. തന്നെയല്ല, ഇവർ കഴിച്ചിട്ടുള്ള അന്ന് നേരത്തെ വന്നപ്പോൾ ഇരുന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചക്ക വല്ലതും കിട്ടുവാണെങ്കിൽ അത് അവരെല്ലാവരും കൂടി ഒരിടത്തിരുന്ന് കഴിച്ചിട്ട് ആ കുരു അവിടെ കിടന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഇവരിങ്ങനെ വീണ്ടും അതുവഴി വന്നപ്പോൾ അവരാണ്ട് ആ കുരു എല്ലാം കൂടെ അവിടെ കിളിച്ച് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ഇതിവിടെ കിടന്നു കഴിഞ്ഞാൽ ഇത് കിളിക്കുമെന്നൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകളൊക്കെ മുളച്ചു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ഈ ആദിമ മനുഷ്യരെ കൃഷിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്. അടുത്ത, വിച്ച് വാസ് ദ ഫസ്റ്റ് ആനിമൽസ് ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻ. മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗം ഏതാണ് കുഞ്ഞുങ്ങളെ? ഏതാ? നായയാണ് കേട്ടോ. ഡോഗ്, നായ. വിച്ച് വാസ് ദ ഫസ്റ്റ് ഡൊമസ്റ്റിക്കേറ്റഡ് കേട്ടോ. ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? ഇണക്കി വളർത്തിയ മൃഗമാണ് കേട്ടോ. ഏതാ ഫസ്റ്റ് ആനിമൽ? നായ. ഓക്കെ. അടുത്ത, വാട്ട് ചേഞ്ചസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹ്യൂമൻ ലൈഫ് ബൈ സ്റ്റാർട്ടിങ് ടു ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ്. നോക്കിയോ നിങ്ങൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. വാട്ട് ചേഞ്ച് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹ്യൂമൻ ലൈഫ് ബൈ സ്റ്റാർട്ടിങ് ടു ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ്. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യന് ഉണ്ടായത്? എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയി, ഹൗസ് വെയർ ബിൽറ്റ് ഫോർ പെർമനൻ്റ് റെസിഡൻസ് ആയി, ഫാമിംഗ് ബിക്കോസ് ഈസിയർ ഡ്യൂ ടു ദ യൂസ് ഓഫ് ആനിമൽസ് ആൻഡ് വില്ലേജ് വെയർ ഫോംഡ്. മൃഗങ്ങളെയൊക്കെ അവർ ഇണക്കി വളർത്താനും സസ്യങ്ങളെയൊക്കെ അവർ പരിപാലിക്കാനും തുടങ്ങി. ഇതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ മനുഷ്യർക്കുണ്ടായത്? എന്തൊക്കെയാണ് നിങ്ങളെ? ഉൽപാദനം വർദ്ധിച്ചു കേട്ടോ. അവിടെയുള്ള ഉൽപാദനങ്ങളൊക്കെ വർദ്ധിച്ചു അല്ലേ. പിന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസായി, പെർമനൻ്റ് ആയി അല്ലേ. സ്ഥിര താമസത്തിനായിട്ട് വീടുകളൊക്കെ റെസിഡൻസ് നിർമ്മിച്ചു. പിന്നെയോ മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിനായിട്ട് അവർ കൃഷിപ്പണി എളുപ്പമായി, ഉൽപാദനം വർദ്ധിപ്പിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ, നേരത്തെ അവരിങ്ങനെ അലഞ്ഞിരിഞ്ഞൊക്കെ പണ്ടുള്ള ആൾക്കാർ നടക്കുമല്ലായിരുന്നോ? അങ്ങനെ അവരെന്ത് മനസ്സിലാക്കി? തീ കണ്ടുപിടിച്ചു അല്ലേ. തീ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി അവിടെ ഇവിടെയൊക്കെ ഈ ഓരോ വിത്തുകൾ കിടന്ന് കിളിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ കിളിക്കുമോ എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ നദികൾക്ക് സമീപത്തുള്ള, ഇതൊക്കെ പറയാനെങ്കിൽ ഒരുപാടുണ്ട് അഗ്രികൾച്ചറിനെ കുറിച്ചൊക്കെ. അവർ നദികളുടെ സമീപത്തൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ? ഇതേലെ വിത്തുകളൊക്കെ നട്ട് കിളിപ്പിച്ച് അവിടെ തന്നെ ചെറിയൊരു ഷെഡ് പോലൊക്കെ അടിച്ചിട്ട് അതിനെ നോക്കി പരിപാലിച്ചൊക്കെ ഇങ്ങനെ കഴിയാൻ തുടങ്ങി. അങ്ങനെ അവിടെ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? പണ്ട് കാളയും അങ്ങനെയുള്ളവരെയൊക്കെ ഉപയോഗിച്ച് അവർ കൃഷിപ്പണി എളുപ്പമായി. അങ്ങനെ ഗ്രാമങ്ങളുടെ രൂപീകരണത്തിനപ്പോൾ കാരണമായി. ചെറിയ ചെറിയ വീടുകളൊക്കെ അവരവിടെ കെട്ടി ചെറിയ ചെറിയ കുടുംബങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസങ്ങളായി. അങ്ങനെ അവിടെ വില്ലേജ് ആയിട്ട് മാറി അല്ലേ. ഹൗ മൈറ്റ് റിവർ ബാങ്ക്സ് ഹാവ് ഹെൽപ്ഡ് എയർലി ഹ്യൂമൻസ് ടു സെറ്റിൽ. നോക്കൂ നിങ്ങളെ, അത് ഞാനിപ്പോൾ പറഞ്ഞ തന്നെയാണ്. ഈ ആദിമ മനുഷ്യർ സ്ഥിരവാസം ഉറപ്പിക്കാനേ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ട് കേട്ടോ. നദികളുടെ സമീപത്തെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അവർ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ. കൃഷി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർ നദികളുടെ സമീപമാണ് എടുത്തത്. എന്തിനാണെന്നറിയോ? ഈ നദികളുടെ സമീപത്ത് ആയി കഴിയുമ്പം അവർക്ക് വെള്ളം ഒഴിക്കാനും അല്ലേ, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും നട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് കൊണ്ടുവന്ന് സമയാസമയങ്ങളിൽ വെള്ളം കൊണ്ടുവെക്കാനൊക്കെ അവർക്ക് അന്നേരം പറ്റും, വെള്ളം കൊണ്ടൊഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവർ ചെറിയ ഷെഡ് പോലെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി അവരവിടെ സ്ഥിരതാമസമാക്കി കേട്ടോ. അപ്പോൾ വാട്ടർ വാസ് എസെൻഷ്യൽ ഫോർ ഫാമിംഗ്
ഫാമിങ് ആൻഡ് ലിവിങ്. വെള്ളമില്ലാത്ത വല്ലതും ഉണ്ടോ? ഇല്ലയോ. ദെയർ ഫോർ ഹ്യൂമൻ സെറ്റിൽഡ് ഇൻ ദ റിവർ വാലി, അല്ലേ. വാട്ടർ ഫ്രം റിവർ വാസ് യൂസ്ഡ് ടു വാഷ് ക്ലോത്ത് ആൻഡ് കുക്ക് ഫുഡ് ടു, അല്ലേ. അതുകൊണ്ട് എന്താ അവർക്ക് അവിടെ നിന്ന് കഴുകാനും, അല്ലേ, തുണി കഴുകാനും എല്ലാത്തിനും എല്ലാത്തിനും വേണമല്ലോ, അല്ലേ. ആഹാരം പാകം ചെയ്യാനും തുണി കഴുകാനും ഒക്കെ അവർക്ക് എന്താ ഇതിൻ്റെ എന്താ നദികളുടെ സമീപത്തായതുകൊണ്ട് ഇതെല്ലാം അവരുടെ നടന്നു പോകുന്നുണ്ട്, അല്ലേ. അതായത് നദീതീരങ്ങളിൽ കൃഷി അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു, അവിടെ ജലം കിട്ടുന്നുണ്ടായിരുന്നു, അനുകൂലമായ കാലാവസ്ഥയായിരുന്നു, മൃഗങ്ങളെ പരിപാലിക്കാൻ സാധിച്ചു, അല്ലേ. ഗതാഗത സൗകര്യമുണ്ടായി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. ആദിമ മനുഷ്യൻ സ്ഥിരതാമസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം അവർക്ക് സഹായകമായിട്ടുണ്ടെന്ന് എഴുതിയെടുത്തോടെ നിങ്ങളെ. അടുത്ത, വാട്ട് അഡ്വാൻറ്റേജ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ അഗ്രികൾച്ചർ സൈറ്റ്. എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആയിരുന്നു, അല്ലേ. മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ അഗ്രികൾച്ചർ സൈറ്റ്. എന്തൊക്കെയായിരുന്നു നിങ്ങളെ കൃഷി സൈറ്റ്? ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചർ സൈറ്റ്. ദേ വാസ് നോ നീഡ് ടു വാണ്ടർ എറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത്? കൃഷിയോട് ചേർന്ന് തന്നെ അവർ താമസം, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നദികളുടെ തീരത്ത് അവർ താമസിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ ഓരോന്നൊക്കെ നടാൻ തുടങ്ങി അവിടെയൊക്കെ. അത് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുകയും, ഇല്ലേ, അതിന് കാവലിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അവർ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. കേട്ടോ, കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ഉപയോഗിച്ചുകൊണ്ട് എന്തുവാ അവർക്ക് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ അയ്യത്തൊക്കെ നട്ട് എല്ലാം വിളവെടുത്തിട്ട് അവരവിടെ ഭക്ഷണം വെച്ച് തന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയൊക്കെ വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം അവർക്ക് കിട്ടി, അല്ലേ. വിശ്രമിക്കാനുള്ള സമയം അവർക്ക് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതെന്താ വല്ലതും വെച്ചിട്ട് ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ കൂട്ടെന്താ വിശ്രമിക്കാനുള്ള ഒരു സമയമൊക്കെ അന്ന് അവർക്ക് കിട്ടി. ഓക്കെ, അടുത്ത സ്റ്റോറേജ് ഫുഡ് ഐറ്റംസ്. ഇൻ വാട്ട് വുഡ് ദേ ഹാവ് സ്റ്റോർഡ് ദ റിമൈനിങ് ഫുഡ് ഐറ്റംസ്. നോക്കുന്നില്ലേ, ആദിമ മനുഷ്യർ എന്താ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ അവർ കഴിച്ചിട്ടൊക്കെ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കളെ എന്തൊക്കെയായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ബാക്കിയുള്ളത്, ഇപ്പം എങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്തല്ലേ ഈ ഫ്രിഡ്ജൊക്കെ ഉള്ളത്, അല്ലേ നമ്മൾ നല്ലപോലെ ചൂടാക്കി വെക്കും, അല്ലെ തിളപ്പിച്ച് വെക്കും എന്നൊക്കെ ഇന്ന് പറയും, അല്ലേ. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നിങ്ങളെ? ഫ്രിഡ്ജോ വല്ലതും ഉണ്ടോ? ഇല്ല. ആദിമ മനുഷ്യർ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കാം സൂക്ഷിച്ചിട്ടുണ്ടാവുക, അല്ലേ. അവർ വുഡൻ വെസൽസ്, മരപാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. പണ്ട് കാലത്ത് ഈ ഓണമൊക്കെ വരുമ്പോഴേ പഴയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അന്ന് ഇതുപോലെ എന്താ ഫ്രിഡ്ജൊന്നും ഇല്ല, അല്ലേ. അന്ന് എങ്ങനെയായിരുന്നു? മരപാത്രങ്ങളിൽ വെക്കും. പിന്നെ പത്തായം പോലെയുള്ള സൗകര്യങ്ങളുണ്ട്, പത്തായം. പിന്നെ മൺഭരണികൾ, കേട്ടോ, മണ്ണ് ഭരണികൾ ഒക്കെ ഉണ്ട്, അല്ലേ. വുഡൻ വെസൽസ്, ഫെസിലിറ്റീസ് ലൈക്ക് പത്തായം, അതുപോലെ എർത്തൺ ജാർ, കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ നിങ്ങൾ, കേട്ടോ. പണ്ട് കാലത്തെയാണ് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ. അടുത്ത, വാട്ട് വാസ് യൂസ്ഡ് ടു സ്റ്റോർ ലെഫ്റ്റ് ഓവർ ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഡെയിലി നീഡ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ദിവസവും ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് എന്താണ്? കീപ്പിംഗ് സാക്സ്, അല്ലേ. ചാക്കിനകത്ത് എടുത്ത് വെക്കും. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ചാക്കിലാക്കി വെക്കും, അല്ലെ ജാറിലിട്ട് വെക്കും, പത്തായത്തി വെക്കും, അല്ലെങ്കിൽ ഉണക്കി വെക്കും, കെപ്റ്റ് ഡ്രൈ, അല്ലേ. അല്ലെങ്കിൽ ഉണക്കിയൊക്കെ വെക്കും, അല്ലേ. ഇന്നിപ്പം നമ്മൾ ഈ പുളിയൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ, പുളി നമ്മൾ അന്നത്തേക്ക് മാത്രമാണ് എടുക്കുന്നത്, അല്ല. ഇപ്പോഴും നമ്മളെങ്ങനെ ആ പുളിയെല്ലാം പറിച്ച്, അല്ലെ, ഉണക്കി അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയായിട്ട് നല്ലപോലെ ഉണക്കി ഈ പറയുന്ന പോലെ ഒന്നുകിൽ ചാക്കിലോ ജാറിലോ അല്ലെങ്കിൽ എന്താ പത്തായത്തിലോ ഒക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു വർഷത്തെ പിറ്റേ വർഷം അത് പിടിക്കുന്നിടം വരെ, അല്ലേ, പുളി പിടിക്കുന്നിടം വരെ നമ്മളത് ഉണക്കി വെക്കുന്നു, അല്ലേ. അതുപോലെ ഓരോ കാര്യങ്ങളും പണ്ടുള്ളവർ ഇങ്ങനെയായിരുന്നു. വാട്ട് ഈസ് കൺസിഡേർഡ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെട്ട എന്താണെന്നറിയോ? ഡിസ്കവറി ഓഫ് വീല്, ചക്രം കണ്ടുപിടിച്ചു, കേട്ടോ. കുറേ നാൾ ഇങ്ങനെ ഓരോ ഇതും പറയുമോ, പണ്ട് കാലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് എന്താ മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ഡിസ്കവറി ഓഫ് വീല് കണ്ടുപിടിച്ചു. വീല് കണ്ടുപിടിച്ചപ്പോഴല്ലേ അവർ ഉരുട്ടി അവിടുന്ന് ഇവിടോട്ട് കൊണ്ടുവരും, ഇവിടുന്ന് അങ്ങ് ഉരുട്ടലൊക്കെ തുടങ്ങി, അല്ലേ. ഓക്കെ, ചക്രത്തിൻ്റെ കണ്ടെത്തൽ. പിന്നെ ഡിഡ് ദ ഏർലി ഹ്യൂമൻസ് ജസ്റ്റ് സ്റ്റോർ ദ സർപ്ലസ് ഫുഡ് ഫോർ ലേറ്റർ യൂസ്.
ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം നമ്മുടെ ആവശ്യത്തിൽ അധികം വന്ന വസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? ആണോ? പണ്ടുള്ള ആൾക്കാരെ നമ്മുടെ ആവശ്യത്തിനെടുത്ത ഭക്ഷ്യവസ്തുക്കൾ പിന്നീട് ഉപയോഗത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? എക്സസ് ഫുഡ് വാസ് സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദോസ് ഇൻ നീഡ്. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായിട്ട് സംഭരിക്കുക മാത്രമല്ല, അത് ഏതെങ്കിലും ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തു. ഇപ്പം നമ്മളൊരു ചക്ക അല്ലേ, നമ്മുടെ മുറ്റത്തുനിന്ന് ഒരു ചക്ക പണ്ട് കാലത്തായാലും അടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാളോ രണ്ടുപേരേ ഉള്ളെങ്കിൽ ആ ചക്ക മൊത്തവും നമുക്ക് വേണോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ ഒരു വലിയ ചക്ക മൊത്തവും നമുക്ക് വേണോ? ഇന്നത്തെ കാലത്തെല്ലാം മതിൽ കെട്ടി അല്ലേ, എല്ലാവരും അങ്ങനെ വലിയൊരു മതിലിനകത്ത് ഒരു വീടായിരിക്കും, ഒരാളോ രണ്ടുപേരോ ആയിരിക്കും ആ വീട്ടിലുണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ചക്കയും മാങ്ങയും തേങ്ങയും അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല അല്ലേ. പ്രായമുള്ളവർക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് ചക്കയുള്ളൂ. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ ഞാൻ നോക്കിയിട്ട്, ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ചക്കയെന്ന് പറയുമ്പോഴേ ചക്കയോ ഞങ്ങൾക്ക് വേണ്ട അല്ലേ, വല്ല അൽഫാമോ മന്തിയോ ഇല്ലയോ അങ്ങനെ വല്ലതും ആണെങ്കിലോ ഓക്കെ, ചക്കയും മാങ്ങിയൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. എനിക്ക് തോന്നുന്നു അങ്ങനെ. ഇവിടെ ട്യൂഷനും വരുന്ന ക്ലാസ് എടുക്കുമ്പോഴും നമുക്കറിയാം, ഓരോ കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോഴും അവർക്ക് ഇതൊക്കെ കാണുമ്പോഴേ അല്ലേ, അല്ല വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിലോ ഓക്കെ അല്ലയോ എന്ന് പറയുന്നത് പഴയ കാലത്തെ ഇതിൽ ഞങ്ങളെ പോലുള്ള ഒരു 35 കഴിഞ്ഞുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചുകളെ, അവർക്കൊക്കെ ചക്കയും മാങ്ങയും തേങ്ങയും ഇതൊക്കെ ഇഷ്ടം അല്ലേ. അധികം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായിട്ട് സംഭരിക്കുക മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നറിയോ, ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തു. ഇപ്പം അപ്പുറം ഇപ്പുറം വീടൊക്കെ ഉണ്ടെങ്കിൽ ചക്ക മുറിച്ചിട്ട് നമുക്കതിൽ 1/4 ഭാഗം അല്ലെ പകുതി മതിയെന്ന് വെച്ചോ, ബാക്കി പകുതി അപ്പുറത്തോ ഇപ്പുറത്തോ വേണമെന്ന് ചോദിക്കും. വേണമെങ്കിൽ അവർക്ക് കൊടുക്കും. അവരതുപോലെ അവരും എടുക്കും. എന്താണ്, അവർക്കും അത്രയും വേണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടും അല്ലേ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൗ ഡിഡ് ഇയർലി ഹ്യൂമൻ എക്സ്ചേഞ്ച് ഗുഡ്സ്? ആദിമ മനുഷ്യർ വസ്തുക്കൾ കൈമാറ്റം നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങളെ പണ്ടുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു? ഇന്നിപ്പം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ വാങ്ങിക്കുന്നത് അല്ലേ. എത്ര രൂപയാണെന്ന് ചോദിക്കും. എന്തെങ്കിലും ഒരു സാധനം വിൽക്കാനുണ്ടെന്ന് ചോദിക്കും, പറയാം അതിന് എത്ര രൂപയാണ്, ഞങ്ങൾ വാങ്ങിക്കാം അല്ലേ. പണ്ട് കാലത്ത് ഈ രൂപ വല്ലതും ഉണ്ടായിരുന്നോ? ഇൻ ഓർഡർ ടു ഗെറ്റ് വാട്ട് ദേ നീഡ് ഈച്ച് വൺ ട്രാൻസ്ഫേർഡ് ദ ഗുഡ്സ് ദേ ഹാഡ് സ്റ്റോർഡ് ടു ദ അതർ. അതായത് തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. അതായത് അത് നോക്കൂ നിങ്ങളെ, ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ ഒരു മാവുണ്ട്, നിറച്ച് മാങ്ങയുണ്ട്. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാവ് നിറച്ച് ചക്കയുണ്ടെന്ന് വെച്ചു. നമ്മൾ അപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീടാണ്. നിങ്ങൾ എൻ്റെ അപ്പുറത്ത് താമസിക്കുന്നു, ഞാനിപ്പുറത്ത് താമസിക്കുന്നു. എൻ്റെ പ്ലാവ് നിറച്ച് ചക്ക നിൽക്കുകയാണ് അല്ലേ, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു. അല്ല, നിങ്ങളുടെ വീട്ടിലാണ് പ്ലാവ് നിറച്ച് ചക്ക നിൽക്കുകയാണ്, എൻ്റെ വീട്ടിലെ മാവ് നിറച്ച് മാങ്ങ നിൽക്കുകയാണ്. എനിക്ക് ചക്കയും വേണം, നിങ്ങൾക്ക് മാങ്ങയും വേണം. എന്ത് ചെയ്യും ഇല്ലേ? വന്ന് ഞാൻ ചോദിക്കുമ്പം എന്ത് ചെയ്യും? ഞാൻ തരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചക്ക വേണം. ഞാൻ എന്ത് പറയും? ഞാനേ ഒരു 10 മാങ്ങ നിങ്ങൾക്ക് തരാം, എനിക്കൊരു ചക്ക തരുമോ എന്ന് ഞാൻ ചോദിക്കും കേട്ടോ. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, എക്സ്ചേഞ്ച്. ഞാനൊരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് പകരം ഇങ്ങോട്ട് ആ സാധനം തരുന്നു കേട്ടോ. അതിനെ ബാർട്ടർ സിസ്റ്റം എന്നാവും നിങ്ങളെ പറയുന്നത് കേട്ടോ. പണ്ട് കാലത്ത് അതായിരുന്നു ബാർട്ടർ സിസ്റ്റം കേട്ടോ, കൈമാറ്റ വ്യവസ്ഥ എന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, മേടിക്കാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യും, അത് തരുമ്പോൾ ഞാൻ പകരം വേറെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് തരും. ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കേട്ടോ. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായിട്ട് ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു കേട്ടോ. അതിനെന്ത് പേരാ പറഞ്ഞത്? ബാർട്ടർ സിസ്റ്റം കണ്ടോ. ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കൈമാറ്റ വ്യവസ്ഥ എന്നൊക്കെ പറയും. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഇൻ ദ സിസ്റ്റം ഓഫ് കോയിനേജ് there was a practice to exchanging goods with each other. This method of exchange is known as barter system. നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ്, ഇന്നത്തെ കൂട്ട് രൂപ ഇന്നല്ലേ, നാണയം ഇന്നില്ല, രൂപയാ അല്ലേ. ഈ രൂപ നിലവിൽ വരുന്നതിന് മുമ്പേ നമ്മൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലെ നാണയം നിലവിൽ വരുന്നതിന് മുമ്പേ നമ്മൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെയാണ്. ഇപ്പം പാവയ്ക്ക നിങ്ങളുടെ വീട്ടിലുണ്ട്, മാങ്ങ എൻ്റെ വീട്ടിലുണ്ട്, അല്ലെ തേങ്ങ എൻ്റെ, എന്ത് വന്നു വെച്ചാൽ അതെന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക എന്നുള്ളത് കേട്ടോ. ആരുടെ കയ്യിൽ എന്തോ ഉണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക. അതിനെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. പഠിച്ചോണേ കേട്ടോ. നമ്മൾ എപ്പോഴും ബാർട്ടർ സമ്പ്രദായം ആയിരിക്കണം കേട്ടോ. അങ്ങോട്ട് ഞാനിപ്പോൾ ഇത് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളിരുന്ന് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ബാർട്ടർ സിസ്റ്റം എങ്ങനെയുണ്ട്? പഠിച്ചോണേ.
In early days, what materials and means that peoples of Kerala have used to collect, transport food and exchange food. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ മെറ്റീരിയൽസ് അല്ലേ, മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എന്താ, വസ്തുക്കളോ ഏതെങ്കിലുമൊക്കെ വസ്തുക്കളും അതിൻ്റെ മീൻസ് അത് എന്താ. ഇപ്പം ഈ ഗുഡ്സ് എന്ന് വെച്ചാൽ സാധനങ്ങൾ അല്ലേ, ഗുഡ്സ് വെർ ക്യാരീഡ് അവേ ഓൺ ദെയർ ഹെഡ്. പണ്ടുള്ള ആൾക്കാർ സാധനങ്ങൾ എങ്ങനെയാണെന്ന് പറയുക, തലയിൽ ചുമന്നുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അതുപോലെ ഫിഷൊക്കെയോ ഒന്നുകിൽ കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ അല്ലെങ്കിൽ സൈക്കിളിലോ ഒക്കെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മീറ്റ് അല്ലേ, ഇറച്ചി അല്ലെ, മാംസം, ഇതൊക്കെ എന്താണ്, വീൽ ബാരോ. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിലുണ്ടെന്ന് തോന്നുന്നല്ലേ, വീൽ ബാരോയിലാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതായത് ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷണം കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തൊക്കെ വസ്തുക്കളും മാർഗങ്ങളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, ഈ കൊണ്ടുപോയ വസ്തുക്കൾ എന്ന് ഉദ്ദേശിച്ചാൽ മതി. അത് അർത്ഥമാക്കുന്നത് സാധനങ്ങൾ അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് പോയിരുന്നു. മത്സ്യങ്ങളാണെങ്കിൽ കാളവണ്ടിയിൽ ഉപയോഗിച്ച് കൊണ്ടുപോയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ കൂട്ട് 1-2 അല്ലല്ലോ, ഒത്തിരി മീനുകൾ കൊണ്ടുപോകണമെങ്കിൽ ഇന്നല്ലേ വലിയ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നത്. കാളവണ്ടികളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. മാംസങ്ങൾ വീൽ ബാരോയിലായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. മത്സ്യവും മാംസ്യവും ഒക്കെ ഒരേ രീതി പറഞ്ഞാലും മതി. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് വിച്ച് ഇൻഡിക്കേറ്റ് ദ ഫോർമേഷൻ ഓഫ് അർബൻ സെൻറ്റർ. അർബൻ സെൻറ്ററിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ട് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ട്രേഡ്, അതിൻ്റെ തൊട്ട് താഴെ മാർക്കറ്റ്, അതിൻ്റെ താഴെ ട്രേഡിംഗ് സെൻറ്റർ, അതിൻ്റെ താഴെ അർബൻ സെൻറ്റർ. ഇത് നല്ല ഓർഡറിൽ തന്നെ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കണം. കാരണം ഇത് ഓർഡർ തെറ്റിച്ച് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറയും കേട്ടോ. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഓർഡറിൽ പഠിച്ചു വെച്ചേക്കണം. നഗര കേന്ദ്രങ്ങളുടെ രൂപീകരണം, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എഴുതാനാണ്. നഗര കേന്ദ്രങ്ങളുടെ ആണേ കേട്ടോ, അർബൻ നഗര കേന്ദ്രം. നോക്കിയേ, സാധനങ്ങളുടെ കൈമാറ്റം, അതിൻ്റെ തൊട്ട് താഴെ വ്യാപാരം, അതിൻ്റെ താഴെ വിപണിയാണ്, അതിൻ്റെ താഴെ വ്യാപാര കേന്ദ്രങ്ങൾ, പിന്നെ നഗര കേന്ദ്രങ്ങൾ കേട്ടോ. അടുത്ത 19ാമത്തെ, വിച്ച് ഡിസ്റ്റൻറ്റ് കൺട്രീസ് ഹാസ് എക്സ്ചേഞ്ച് ഗുഡ്സ് വിത്ത് അതർ കൺട്രി സിൻസ് ആൻഷ്യൻറ്റ് ടൈംസ്. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് ഏതെല്ലാം വിദൂര ദേശങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു? റോമൻസ്, ചൈനീസ്, അറബ്, പേർഷ്യൻ, ജ്യൂസ്. റോമക്കാർ, ചൈനക്കാർ, അറബ്, പേർഷ്യൻ, അതുപോലെ തന്നെ ജൂതർ കേട്ടോ. അടുത്ത, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഈച്ച് ഓഫ് ദ സ്പൈസസ് ഫൗണ്ട് ഇൻ അവർ കൺട്രി. നോക്കൂ നിങ്ങളെ, ഇത് നല്ലപോലെ നമുക്കറിയാവുന്ന സ്പൈസസുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എല്ലാത്തിനും ഈ 2-3 പോയിൻ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നത് ബ്ലാക്ക് പേപ്പർ അല്ലേ, ബ്ലാക്ക് പേപ്പർ എന്ന് വെച്ചാൽ എന്താ, കുരുമുളക്, കാർഡമം, ഏലക്ക, ജിഞ്ചർ, ഇഞ്ചി, ക്ലോവ്, ഗ്രാമ്പൂ, സിനമൺ കേട്ടോ, സിനമൺ. അപ്പോൾ ഈ ഇത്രയും എണ്ണത്തിൻ്റെയും ഇതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. അപ്പം നോക്കിയാൽ ഇംഗ്ലീഷുകാർ ബ്ലാക്ക് പേപ്പർ, നോക്കിയാൽ ബ്ലാക്ക് പേപ്പർ എന്ന് വെച്ചാൽ കുരുമുളക്. ബ്ലാക്ക് പേപ്പർ നോൺ ആസ് ദ കിങ് ഓഫ് സ്പൈസ് അല്ലേ, ആണല്ലോ, ശരിയാ. പിന്നെ ഹോംലാൻഡ് ഓഫ് പെപ്പർ, ഇറ്റ് ഈസ് ഇൻ സൗത്ത് ഇന്ത്യ. പെപ്പേഴ്സ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് കേട്ടോ. ഇതൊക്കെ അടങ്ങിയതാണ് പേപ്പറിനകത്ത്. കുരുമുളകിനകത്തിൽ എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കിക്കേ. പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വിറ്റാമിൻ, അതായത് ന്യൂട്രീഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും വിറ്റാമിനും മിനറൽസും ഇത് ഇത്രയും അടങ്ങിയതാണ് കേട്ടോ. പെപ്പർ, കുരുമുളക്. പിന്നെ പൈപ്പർ ഈസ് ദ ഇൻഗ്രീഡിയൻസ് ദാറ്റ്, പെപ്പർ അല്ല, പൈപ്പർ ഈസ് ദ ഇൻഗ്രീഡിയൻസ് ദാറ്റ് ഗീവ്സ് പെപ്പർ ഈസ് ഏതാ സ്പൈസിനെസ് അല്ലേ, സ്പൈസിനെസ്. പെപ്പർ ഈസ് യൂസ്ഡ് ടു ആഡ് ഫ്ലേവർ ആൻഡ് അരോമ ടു ഫുഡ് ആൻഡ് ആസ് മെഡിസിൻസ്. പെപ്പർ ഈസ് ദ നമ്പർ 1 സ്പൈസ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അല്ലേ. അതുപോലെ തന്നെ ഓക്കെ, സിനമൺ. കേരള ഹാസ് ദ ഓൾഡസ്റ്റ് പ്ലാന്റേഷൻസ് ഓഫ് സിനമൺ ട്രീസ് ഇൻ ദ വേൾഡ്. ദീസ് ആൻഷ്യൻറ്റ് സിനമൺ കറുകപ്പട്ട അല്ലേ, പ്ലാന്റേഷൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ എവിടെ, അഞ്ചരക്കണ്ടി, കണ്ണൂർ ഡിസ്ട്രിക്റ്റ് കേട്ടോ. ഇതൊക്കെ എല്ലാം ഓരോ പോയിന്റ് എഴുതിയിട്ടുള്ളൂ, പഠിച്ചോണ്ടോ കുഞ്ഞുങ്ങൾ കേട്ടോ. അഞ്ചരക്കണ്ടി, കണ്ണൂരിലുള്ള അഞ്ചരക്കണ്ടിയിൽ ലൊക്കേറ്റ് ചെയ്തുള്ള ഇതിൻ്റെ സിനമണിൻ്റെ ഒരു പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. ഇനി കാർഡമം, ഏലക്ക ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് സ്പൈസസ്. ഇറ്റ് ഈസ് വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ കേരള ആൻഡ് ആസാം. കാർഡമം ഈസ് നേറ്റീവ് ടു ഇന്തോനേഷ്യ ആൻഡ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഇതെന്താണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ക്ലോവ്, നോക്കിയേ, ക്ലോവ്സ്,
Cloves are the second most important spices in the international market. It is the widely used spices. Clove are mainly cultivated in Kerala and Tamil Nadu. ഇത് ഏതൊക്കെ സ്ഥലങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്തു എന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് ഇത് ഏത് ഇത് സെക്കൻഡ് മോസ്റ്റ് ആണ്, ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് ഏതാണെന്ന് പഠിക്കുക. ഇത് ഏത് സ്ഥലത്തിലാണ് ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ക്ലോവ്സ് ആർ മെയിൻലി കൾട്ടിവേറ്റഡ് ഇൻ കേരള ആൻഡ് തമിഴ്നാട്. ദ ചൈനീസ് വെയർ ദ ഫസ്റ്റ് ടു യൂസ് ക്ലോവ്സ് ആസ് എ സ്പൈസസ്. ക്ലോവ്സ് എന്ന് തന്നെ ക്ലോവ്സിന് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. ക്ലോവ്സ് ഫ്ലവർ ബഡ്സ് ആർ ഡ്രൈഡ് ആൻഡ് യൂസ് ആസ് ദ സ്പൈസസ്. ക്ലോവ്സ് കണ്ടെയ്ൻസ്, ക്ലോവ്സിനകത്തിലും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയോ നിങ്ങളെ. പ്രോട്ടീൻസ്, അയണ്, ഫാറ്റ്, സ്റ്റാർച്ച്, കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. അയ്യോ, ക്ലോവ്സിനകത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ജിഞ്ചർ, ഇഞ്ചി. ജിഞ്ചർ ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ ആൻഡ് സ്പൈസ് അല്ലേ. ജിഞ്ചർ ഈസ് ബിലീവ്ഡ് ടു നേറ്റീവ് ടു ഇന്ത്യ ഓർ മലേഷ്യ അല്ലേ. നമ്മുടെ ഉണ്ട്, കേരളത്തിലുണ്ട് അല്ലേ, ഇന്ത്യയിലും ഉണ്ട് അല്ലേ. ജിഞ്ചർ ഈസ് മെയിൻലി കൾട്ടിവേറ്റഡ് ഇൻ ഏഷ്യ. മോർ ദാൻ ഹാഫ് ഓഫ് ദ ജിഞ്ചർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് ഗ്രോൺ ഇൻ കേരള. ആണല്ലോ കേരള. നോക്കിയേ, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ, സ്പൈസസിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് തന്നെയാണ്. നോക്കിയേ, കുരുമുളക് എന്ന് വെച്ചാൽ ബ്ലാക്ക് പെപ്പർ, ഏലം, കാർഡമം, ഇഞ്ചി, ജിഞ്ചർ, ഗ്രാമ്പു, ക്ലോവ്, കറുവപ്പട്ട, സിനമൺ കേട്ടോ. കുരുമുളകിനെ കുറിച്ചാണോ നിങ്ങൾ എന്തൊക്കെ. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക്. അപ്പൊ രാജ്ഞി ആരാ കേട്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവ ധാരാളമായിട്ട് കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്നത് പൈപ്പറിന് എന്ന ഘടകമാണ് കേട്ടോ. കുരുമുളകിന് എരിവ് നൽകുന്നത് അതിനകത്തിലെ പൈപ്പർ എന്ന ഘടകമാണ്. പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു. അന്തർദേശീയ സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഈ കുരുമുളക്. വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. അടുത്ത കറുവപ്പട്ട നോക്കിയോ നിങ്ങളെ. സിനമൺ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഏലം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി. നോക്കിയേ, രാജാവ് ആരായിരുന്നു? കുരുമുളകാണ്. റാണി ആരാണ്? ഏലമാണ് കേട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലത്തെ അറിയപ്പെടുന്നത്. കേരളത്തിലും ആസാമിലും ധാരാളമായിട്ട് കൃഷി ചെയ്തു വരുന്നു ഏലം കേട്ടോ. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലും ഏലത്തിൻ്റെ ജന്മദേശം കേട്ടോ. ഇനി ഗ്രാമ്പു. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2-ാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു. മസാലകളിൽ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. ചൈനക്കാരാണ് ആദ്യമായിട്ട് ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. ഗ്രാമ്പുവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഏഷ്യയിലാണ്. പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെ കൃഷി ചെയ്യുന്നതും കേരളത്തിലാണ്. ശരിയാ, നമുക്ക് എല്ലാത്തിനും ഇഞ്ചി വേണം അല്ലേ. അടുത്ത ഹൂ വാസ് ദ സോഷ്യൽ റിഫോർമർ ഹൂ ഓർഗനൈസ്ഡ് ഇന്റർ ഡൈനിങ് ഇൻ ദ ചേറായി, എറണാകുളം. എറണാകുളത്തെ ചേറായിയിൽ മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ. വാട്ട് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് യൂണിറ്റിംഗ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി? സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? സോഷ്യൽ ഡിസ്ക്രിമിനേഷനും എക്കണോമിക് ഡിസ്ക്രിമിനേഷനുമാണ്. ഇതൊക്കെ ഈ 2 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഏതൊക്കെയാണ്? സാമൂഹ്യ വിവേചനവും സാമ്പത്തിക വിവേചനവും. വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി ആൻഡ് ഹങ്ങർ ഇൻ മെനി പാർട്ട് ഓഫ് ദ വേൾഡ്? ലോകത്തിൻ്റെ പലയിടങ്ങളിലെ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണങ്ങൾ എന്തെല്ലാമാണ്? ലോകത്തിലെ പലയിടങ്ങളിലും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ട്. അതിന് കാരണം എന്തൊക്കെയാണ് നിങ്ങളെ? ചേഞ്ച് ഇൻ ക്ലൈമറ്റ്, വാറ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം, യുദ്ധങ്ങൾ, തൊഴിലില്ലായ്മ, സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം. വെൽത്ത്, സമ്പത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വിതരണം എന്നാണ് കേട്ടോ. അടുത്ത വിച്ച് ഈസ് ദ സ്കീം ദാറ്റ് ദ കേരള ഗവൺമെൻറ് ഹാസ് ഫോർമഡ് ബൈ പോവർട്ടി എലിവേഷൻ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊണ്ട ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ബേസിക് നീഡ്സ് സസ്റ്റെയിൻസ് ഹ്യൂമൻ ലൈഫ്?
ഫുഡാണ്. മനുഷ്യരുടെ ജീവിതം നിലനിർത്തുന്നതിന് അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് ആഹാരമല്ല ഭക്ഷണമാണ്. വാട്ട് പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? പോഷകസമൃദ്ധമായ ഭക്ഷണം, ന്യൂട്രീഷ്യൻസ് ഫുഡ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഈറ്റിംഗ് ന്യൂട്രീഷ്യൻസ് ഫുഡ്? പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. വാട്ട് ഡസ് ലൈഫ് സ്റ്റൈൽ പ്ലേ എ മേജർ റോൾ ഇൻ കോസിങ് ഡിസീസ്? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിക്കുന്നത് എന്താണ്? അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്, അനാരോഗ്യകരമായ ഭക്ഷണശീലം, അരി വലിച്ച് കഴിക്കത്തില്ലേ അത്. വാട്ട് ഈസ് ദ ലീഗൽ റൈറ്റ് ഓഫ് എവരി സിറ്റിസൺ? എന്താ കുഞ്ഞുങ്ങളെ? എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശം എന്താണ്? അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത. മെൻഷൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ഗ്രാനറിയാണ്. എന്ന് വെച്ചാൽ കളപ്പുര, സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്നില്ലേ, അതാണ് കളപ്പുര എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻ ആൻസറേ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ. ഏറ്റവും ചെറുത് നോക്കി 30 എണ്ണമാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾക്കിത് വൃത്തിയായിട്ട് ഇത് എഴുതിയെടുക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, താങ്ക് യു.